നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഇന്ത്യ പോസ്റ്റ് GDS റിക്രൂട്ട്മെന്റ് 2026. അതായത് ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസുകളിലെ 28,000-ലധികം ഒഴിവുകളിലേക്ക് മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് പരീക്ഷയില്ലാതെ എത്താവുന്ന അവസരങ്ങൾ. ഇത് വിശദമാക്കുന്ന ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ മുൻപ് വളരെ വിശദമായിട്ട് നൽകിയിരുന്നു. ഒട്ടനവധി ആൾക്കാരെ കാത്തിരുന്ന ഒരു അവസരമാണ്. ഒത്തിരി അധികം ആൾക്കാർ വളരെ പോസിറ്റീവായിട്ട് അതിനെ എടുത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ചില ആൾക്കാർ ഇതിനെ സംബന്ധിച്ചോളം ഇത് തട്ടിപ്പാണ് അല്ലെങ്കിൽ ഇത് കൊള്ളില്ല എന്നുള്ള കമന്റ് പറയുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെ അപ്ലൈ ചെയ്യണം, അതിനുള്ള 10 കാരണങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ 10 കാരണങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്, പ്രയോജനപ്രദമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഏതായാലും ഈ ഒരു അവസരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അത് കമന്റ് ബോക്സിൽ നൽകാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് GDS ഒരു നല്ല അവസരമായി കൺസിഡർ ചെയ്യാം, അതിനുള്ള 10 കാരണങ്ങളിലേക്ക് കടക്കാം. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ പോസ്റ്റ് ഓഫീസ് ജോലികളുടെ മെച്ചങ്ങൾ സൂചിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം ഒന്ന് സൂചിപ്പിച്ചോളട്ടെ. നിങ്ങൾ ഡിഗ്രിയോ PGയോ ഒക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള ഒരു നല്ല അവസരം ഇക്കാലത്ത് ലഭ്യമായിരിക്കുന്നത് ഓൺലൈനിലൂടെ പഠിക്കുക എന്നുള്ളതാണ്. ഓർക്കുക, ഓൺലൈനിലൂടെ ചില തിരഞ്ഞെടുക്കപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രിയും PGയും ഒക്കെ റെഗുലറായിട്ട് കോളേജിൽ പോയി പഠിക്കുന്നതിന് തുല്യമായിട്ട് UGC അംഗീകരിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഹയർ സ്റ്റഡീസ്, ഗവൺമെന്റ് ജോലി, വിദേശത്തൊക്കെ പഠിക്കുന്നതിന് ഓൺലൈൻ ജോലി പഠനം വാലിഡ് ആണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഓർക്കുക, വിവിധ ഡിഗ്രികൾ ഇവിടെ കാണുന്ന പോലെ BCom, BA, BBA, BCA, ഇതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ MBA, MCA, MCom, MA ഇങ്ങനെയുള്ള ഡിഗ്രികളൊക്കെ നിങ്ങൾക്ക് സെലക്ടഡ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഓൺലൈനായിട്ട് പഠിക്കുവാനായിട്ട് അവസരങ്ങളുണ്ട്. ഇവിടെ കമ്പാരിറ്റീവ്ലി ഫീസ് ഒരു ലോയാണ്. ഒരു 20,000 രൂപയൊക്കെ മുതൽ പഠിക്കുവാനായിട്ട് കഴിയും. എന്ന് മാത്രവുമല്ല, നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അഡ്മിഷൻ എടുക്കുവാനും പഠിക്കുവാനും പരീക്ഷ എഴുതുവാൻ വരെ അവസരങ്ങളുണ്ട്. ക്ലാസ് ഒക്കെ പലപ്പോഴും വീക്കെൻഡിലും ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഓൺലൈനിലൂടെ റെഗുലറായിട്ട് പഠിക്കുന്ന അതേ വാലിഡിറ്റിയിൽ ഡിഗ്രിയും PGയും പഠിക്കണമെന്നുണ്ടെങ്കിൽ, അതും അംഗീകൃതമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓർക്കുക, നിങ്ങൾക്കൊരു സ്പെഷ്യൽ സ്കോളർഷിപ്പ് വരെ ലഭിക്കുവാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതാ ഈ GDS റിക്രൂട്ട്മെന്റിന്റെ 10 മെച്ചങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന്, ലാർജ് നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ട് എന്നുള്ളതാണ്. സാധാരണ കാണുന്നതിലൊക്കെ എത്രയോ അധികം അവസരങ്ങൾ. ഇപ്പോൾ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ്, അതായത് ജനുവരി ഫെബ്രുവരി 2026 വന്നിരിക്കുന്ന ഈ റിക്രൂട്ട്മെന്റിൽ 28,600ഓളം ഒഴിവുകളാണ് ലഭ്യമായിരിക്കുന്നത്. കേരളത്തിൽ മാത്രം 1,691 ഒഴിവുകളുണ്ട്. ഓർക്കുക, ഇത് സാധാരണഗതിയിൽ വർഷത്തിൽ 2 പ്രാവശ്യം റിക്രൂട്ട്മെന്റ് നടക്കുകയും ചെയ്യും. അപ്പം ഈ ഒരു 6 മാസത്തേനാണ് ഈ 28,000 ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ കിട്ടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ്, ഇതൊരു കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള ഒരു അവസരമാണ് എന്നുള്ളതാണ്. ഓർക്കുക, ഇതിനെ ഞാൻ കേന്ദ്ര ഗവൺമെന്റ് ജോലി എന്ന് പൂർണ്ണമായും വിളിക്കത്തില്ല. കാരണം അവരുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇതൊരു റെഗുലർ കേന്ദ്ര ഗവൺമെന്റ് ജോലിയല്ല, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുമ്പോഴും ഇത് കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ഓഫീസിന് കീഴിലുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിൽ ജോലി ചെയ്യുന്ന ആ ഒരു ലാഭത്തോടെ ജോലി ചെയ്യാനായിട്ട് കഴിയും എന്നുള്ള ഒരു വലിയ മെച്ചമുണ്ട്. അതാണ് ഒരു രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ഞാൻ സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ്, വീടിനടുത്ത് ജോലി ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഒത്തിരി യാത്രയൊന്നും ചെയ്യാതെ വീടിനടുത്ത് ജോലി ചെയ്യാം. അതും മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 65 വയസ്സ് വരെ നിങ്ങൾക്ക് ഈ ജോലി കിട്ടുവാണെങ്കിൽ അതിൽ തുടരാനായിട്ട് കഴിയും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതും മാത്രവുമല്ല, നിങ്ങൾക്ക് മറ്റു ജോലികൾ ഇതിനോടൊപ്പം ചെയ്യുവാനായിട്ട് കഴിയുകയും ചെയ്യും. കാരണം ഇവിടെ ജോലികൾ 4 മുതൽ 5 മണിക്കൂർ വരെ ഉള്ളൂ. അപ്പോൾ ഒരു ഹാഫ് ഡേ ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ബാക്കി സമയം നമുക്ക് മറ്റ് ജോലികൾ ചെയ്യുവാനായിട്ട് കഴിയും. ഇവർ തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ മറ്റ് ജോലികളെ കുറിച്ചും കൂടി ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വല്ല പാർട്ട് ടൈം ജോലികളോ ഒക്കെ മറ്റൊക്കെ ചെയ്ത് അങ്ങനെയും വരുമാനം ഉണ്ടാക്കാനായിട്ട് കഴിയുകയും ചെയ്യും. നാലാമത്തെ കാര്യം എനിക്ക് പറയാനായിട്ടുണ്ട്, കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ജോലികളാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, പോസ്റ്റ് ഓഫീസിൽ വലിയ തലവേദന ഉണ്ടാക്കുന്ന, ടെൻഷൻ ഉണ്ടാക്കുന്ന ജോലികൾ പൊതുവെ കുറവാണ്. കൂടുതലും നമുക്കറിയാം, ഇപ്പം പോസ്റ്റ് മാസ്റ്റർ അല്ലെ അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർ അവരൊക്കെ ചെയ്യുന്ന ജോലികൾ എന്ന് പറഞ്ഞാൽ
സ്റ്റാമ്പ് വിൽപ്പന, മറ്റ് സ്റ്റേഷനറികളുടെ വിൽപ്പന. പിന്നെ ഇപ്പൊ ബാങ്കുകളിൽ ഒരു ഇന്ത്യ പോസ്റ്റ് ബാങ്ക് ഉണ്ട്, അതിൻ്റെയും ചില ഡിപ്പോസിറ്റ് എടുക്കുക, അങ്ങനത്തെയൊക്കെയുള്ള കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിട്ടുള്ള ജോലികളാണ് പലപ്പോഴും ഈ പോസ്റ്റ് ഓഫീസുകളിലുള്ളത് എന്നുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ 4 അഡ്വാൻറ്റേജുകൾ ഞാൻ സൂചിപ്പിച്ചു. ഇനിയും ഇത് നിങ്ങൾ ഓപ്റ്റ് ചെയ്യണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതിനുള്ള മറ്റ് പല കാരണങ്ങളുണ്ട്. 5ാമത്തെ കാരണം, അതിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ കാണാത്തവർക്ക് വേണ്ടി ഒന്ന് സൂചിപ്പിക്കാം. 3 തസ്തികളിലേക്കാണ് ഈ ഇന്ത്യ പോസ്റ്റ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഒന്ന് പോസ്റ്റ് മാസ്റ്റർ ഉണ്ട്, നമുക്കറിയാം ഒരു പോസ്റ്റ് ഓഫീസിന്റെ മുഴുവൻ ചുമതല ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണ്, അങ്ങനെയുള്ളൊരു തസ്തികയുണ്ട്. രണ്ടാമത് അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഉണ്ട്, അതായത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിനെ അസിസ്റ്റ് ചെയ്യുന്ന ജോലികൾ. മൂന്നാമത്തെ ദക് സേവക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോലിയുണ്ട്, ഒരു പോസ്റ്റ്മാൻ പോലെയൊക്കെയുള്ള ജോലികളായിട്ട് കൺസിഡർ ചെയ്യാം. ഗ്രാമപ്രദേശങ്ങളിലായിരിക്കും കൂടുതലായിട്ട് ജോലി ചെയ്യേണ്ടതായിട്ട് വരിക. വീടിനടുത്തൊക്കെ ഉള്ളിടത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അവർക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷനിലൊക്കെ പോവുകയാണെങ്കിൽ എവിടെയൊക്കെയാണ് പോസ്റ്റ് ഓഫീസുകളിലാണ് അവസരങ്ങളുള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമ്മുടെ വീടിനടുത്തൊക്കെ ഉള്ളിടത്ത് അവസരങ്ങളുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. മിക്കവാറും ഒട്ടനവധി പോസ്റ്റ് ഓഫീസുകളിൽ അവസരങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ് 3 തസ്തികകളിലേക്കാണ്. അപ്പം 5ാമത്തെ ബെനിഫിറ്റ് ഞാൻ സൂചിപ്പിക്കാം, പരീക്ഷയില്ല എന്നുള്ളതാണ്. അല്ലെ, നിങ്ങളുടെ 10ാം ക്ലാസ്സിന്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ട്, എനിക്ക് ഉറപ്പുണ്ട് ഈ വീഡിയോ കാണുന്നവരൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞവരായിരിക്കും അല്ലെ. അപ്പൊ എല്ലാവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം, പരീക്ഷയൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കും പിന്നെ എങ്ങനെയാണ് ഈ 28,000 പേരെ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അത് നമ്മുടെ 10ാം ക്ലാസ്സിന്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ 10ാം ക്ലാസ്സിലെ മാർക്ക് കൂടുതലുള്ളവർക്കായിരിക്കും കൂടുതൽ സെലക്ഷൻ കിട്ടാനായിട്ടുള്ള അവസരമുണ്ട്. ഓർക്കുക, നമ്മുടെ 10ാം ക്ലാസ്സിന്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഒരു സെലക്ഷൻ ലിസ്റ്റ് ഇടും. ആ ലിസ്റ്റിൽ നിന്നായിരിക്കും സെലക്ഷൻ. ടോപ്പിലുള്ളവർ ഇത് ഉപയോഗിക്കുന്നെങ്കിൽ താഴെയുള്ളവർക്ക് വരും. കഴിഞ്ഞ വർഷമൊക്കെ ഏതാണ്ട് 7 സപ്ലിമെന്ററി ലിസ്റ്റുകളാണ് വന്നത്. ഒരു ലിസ്റ്റ് ഇടും, അതിലെല്ലാവരും ചെയ്യുന്നില്ല, അടുത്ത ലിസ്റ്റ് ഇടും, അപ്പൊ താഴെയുള്ളവർക്കൊക്കെ അവസരങ്ങൾ ഇടും. എങ്കിലും 10ാം ക്ലാസ്സിലൊക്കെ നല്ല മാർക്കുള്ളവർക്കായിരിക്കും അവസരം. സാധാരണഗതിയിൽ ജനറൽ കാറ്റഗറിയിലൊക്കെ ഉറപ്പായും 90% മേളിൽ മാർക്ക് വേണം. ഒരുപക്ഷെ ഈ SC ST അങ്ങനത്തെയൊക്കെയുള്ള കോട്ടയിലൊക്കെ ഉള്ളവർക്ക്, റിസർവേഷൻ ഉള്ളവർക്ക് മാർക്ക് അല്പം കുറഞ്ഞാലും കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നല്ല മാർക്ക് കാണണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. പക്ഷെ 10ാം ക്ലാസ്സിലെ മാർക്കിനെ ബേസ് ചെയ്തായിരിക്കും സെലക്ഷന്. ഇതിനെ അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ വളരെ ലോവറാണ്. ഞാൻ സൂചിപ്പിച്ചു, 10ാം ക്ലാസ് ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ വേണ്ടത്. 10ൽ മാത്സും ഇംഗ്ലീഷും ഒക്കെ പഠിക്കണം. അത് നമ്മുടെ കേരളത്തിലൊക്കെ പഠിക്കുന്നവരെല്ലാവരും മാത്സും ഇംഗ്ലീഷും പഠിക്കും. എന്ന് മാത്രമല്ല ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ഇപ്പം കേരളത്തിലാണ് വർക്ക് ചെയ്യേണ്ടത്, അല്ലെ കേരള ലക്ഷദ്വീപിലൊക്കെയാണ് ലോക്കൽ ലാംഗ്വേജ് മലയാളം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം 10ാം ക്ലാസ്സിൽ നമ്മൾ മലയാളം കൂടി പഠിച്ചിരിക്കണം. ഇപ്പൊ CBSE സിലബസിലൊക്കെ ചിലർ മലയാളം പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ അപ്ലൈ ചെയ്യാം. അല്ലെ ഹിന്ദിയാണ് പഠിച്ചതെങ്കിൽ ഹിന്ദിക്ക് ഒട്ടനവധി സ്റ്റേറ്റുകളിൽ അപ്ലൈ ചെയ്യാം. അല്ലെ തമിഴാണ് പഠിച്ചതെങ്കിൽ തമിഴ്നാട്ടിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. മലയാളം കൂടി 10ാം ക്ലാസ്, മലയാളം ഇംഗ്ലീഷ് കണക്കൊക്കെ 10ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കമ്പ്യൂട്ടറിന്റെ ബേസിക് നോളജ് ഉണ്ടാകണം. എന്ന് മാത്രമല്ല സൈക്ലിംഗ് അറിയണം. ഇനി ഇതൊന്നും അറിയത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടിയതിന് ശേഷം സൈക്ലിംഗ് ഒക്കെ പഠിക്കാവുന്നതേ ഉള്ളൂ. അല്ലെ, സൈക്കിൾ ഓടിച്ച് കാണിക്കണമെന്നൊന്നും പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ലെ, സൈക്ലിംഗ് അറിയണം. പിന്നെ ഈ ക്രൈറ്റീരിയയിൽ ഒരു കാര്യം കൂടി പറയാം, 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള ആർക്കും അപ്ലൈ ചെയ്യാം 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നിങ്ങൾ ചില റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ 55 വയസ്സ് വരെ അപ്ലൈ ചെയ്യുവാനായിട്ട് വരെ അവസരമുണ്ട്. അപ്പം വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ആണ് ഇതിന് അപ്ലൈ ചെയ്യുവാൻ എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ പേ പാക്കേജിനെ കുറിച്ച് പറയുന്നത് ഡീസന്റ് പേ പാക്കേജ് എന്ന് എനിക്ക് പറയും. കേന്ദ്ര ഗവൺമെന്റിന്റെ വലിയ പാക്കേജ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒട്ടും മോശമല്ല. അത് ഇവിടെ പേ പാക്കേജ് നൽകിയിട്ടുണ്ട്. അപ്പോഴും പേ സ്കെയിലിന്റെ ഏറ്റവും ഹയസ്റ്റ് വരുന്നത് 29,380 ആണ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിന്. അപ്പോൾ അത് കുറവല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് മറുപടി പറയാനുള്ളത്, ഇത് TRC ആണ്, അതായത് ടൈം റിലേറ്റഡ് കണ്ടിന്യൂറ്റി അലവൻസ് എന്ന് പറയും. നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്തിനുള്ള ഒരു അലവൻസ് ആണ്. മിക്കവാറും ഈ പോസ്റ്റ് ഓഫീസിലൊക്കെ 4 മുതൽ 5 മണിക്കൂർ വരെ ജോലി ചെയ്താൽ മതിയാവും. അപ്പൊ അതിനുള്ള പ്രതിഫലമാണ് ഇത് എന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ച ബാക്കി സമയത്ത് നിങ്ങൾക്ക് മറ്റ് ജോലികൾക്കൊക്കെ പോയി വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ ഈ പ്രതിഫലം കൂടാതെ DA പോലെയുള്ള ആനുകൂല്യങ്ങൾ, മറ്റ് അലവൻസുകളും ഒക്കെ ലഭ്യമാണ്. അപ്പോൾ ഓർക്കുക, കേന്ദ്ര ഗവൺമെന്റ് എല്ലാ ആനുകൂല്യങ്ങളും ഇവിടെ ലഭ്യമാകത്തില്ല എന്നുള്ള കാര്യം കൂടി. അപ്പൊ 7 റീസൺസ് ഞാൻ സൂചിപ്പിച്ചു. ഇനി ഒരു 3 കാരണം കൂടി ഈ പോസ്റ്റ് ഓഫീസിന് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതിന് സൂചിപ്പിക്കാം. ഒന്ന് വേവേഴ്സ് ആൻഡ് റിലാക്സേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 55 വയസ്സ് വരെ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്ലിക്കേഷൻ ഫീസ് 100 രൂപ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്, SC STക്കാർക്ക്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, അംഗവൈകല്യവും, ട്രാൻസും, ഇതൊക്കെ ഒന്നും ഈ 100 രൂപ പോലും പേ ചെയ്യേണ്ടതില്ല. അപ്പം ആൺകുട്ടികൾക്ക് 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് പേ ചെയ്താൽ മതിയാകും.
പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ വളരെ സിമ്പിളാണ് എന്നുള്ള കാര്യം ഓർക്കുക. ലാസ്റ്റ് ഡേ അപ്ലൈ ചെയ്യുവാനായിട്ടുള്ളത് 14 തീയതി ഫെബ്രുവരിയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ 18 മുതൽ 19 വരെ നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യുവാനായിട്ടുള്ള അവസരമുണ്ട്. ഓർക്കുക, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഓർക്കുക. ഒരു രജിസ്ട്രേഷൻ, ഒരു ആപ്ലിക്കേഷനെ വെക്കാവുള്ളൂ, പക്ഷേ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ആപ്ലിക്കേഷനൊക്കെ സിമ്പിളാണ്. ഡോക്യുമെന്റ്സ് ഒന്നും ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട. ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം നൽകിയാൽ മതിയാവും. ഫീസ് അടയ്ക്കുക. ബാക്കി ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഇവർ സെലക്ഷൻ ലിസ്റ്റ് ഇടും നിങ്ങളുടെ മാർക്കിനെയൊക്കെ ബേസ് ചെയ്തിട്ട്. ആ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ അവരെ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യും. ആ സമയത്ത് നമ്മളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ആയിപ്പോയി വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം ഇതൊന്നും അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഫസ്റ്റ് ലിസ്റ്റ് ഇല്ലെങ്കിൽ സെക്കൻഡ് ലിസ്റ്റ് നോക്കുക, തേർഡ് ലിസ്റ്റ് നോക്കുക. ഏതെങ്കിലും ലിസ്റ്റ് നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് ഈ അവസരങ്ങളിലേക്ക് എത്തുവാൻ കഴിയുകയും ചെയ്യും. അപ്പം ആപ്ലിക്കേഷനൊക്കെ സിമ്പിളാണ്. ഇവിടെ സൈറ്റിൽ പോയിട്ട് ഓൺലൈനായിട്ട് വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ച് ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഈ GDS നോട്ടിഫിക്കേഷൻ വിശദമാക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. താല്പര്യമുള്ളവർക്ക് അത് കണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് jobsbridge.com എന്ന സൈറ്റിൽ അവിടെ പോയിട്ട് ഇന്ത്യ പോസ്റ്റ് GDS എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കി അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ മാത്രം അപ്ലൈ ചെയ്യുക. ഓർക്കുക, കൃത്യമായ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ വാക്ക് മാത്രം ഞങ്ങൾ ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് മറക്കല്ല്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനൽ, ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഏറ്റവും ശുഭകരമായ ഒരു കരിയർ നിങ്ങൾക്ക് നേർന്നുണ്ട്. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.